തിരുവനന്തപുരം ആര്യനാട് വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്നാരോപിച്ച് നടുറോഡിൽ KSRTC ഡ്രൈവറും യുവാവും തമ്മിൽ സംഘടന. KSRTC ആര്യനാട് ഡിപ്പോയിലെ ഡ്രൈവർ മൻസൂറും പിക്കപ്പ് വാൻ ഡ്രൈവർ നൌഫലുമാണ് തമ്മിൽ തല്ലിയത്. ആര്യനാട് ബസ് സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് തിരിയുമ്പോൾ എതിരെ വന്ന പിക്കപ്പ് വാന് സൈഡ് നൽകാത്തതിനാണ് സംഘർഷമുണ്ടായത്. രണ്ടുപേർക്കെതിരെയും ആര്യനാട് പോലീസ് കേസെടുത്തു. ജിബിൻ ജേബിയുണ്ട്. ജിബിൻ, പട്ടാപ്പകൽ പരാക്രമം, വിവരങ്ങൾ. പ്രജീഷ്, ഇന്ന് രാവിലെ ഏകദേശം 11:30 മണിയോട് കൂടിയാണ് ആര്യനാട് KSRTC ഡിപ്പോയ്ക്ക് സമീപം ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ ആര്യനാട് ഡിപ്പോയിൽ നിന്ന് തന്നെയുള്ള ബസ് നെടുമങ്ങാട് നിന്ന് കാട്ടാക്കടയിലേക്ക് സർവീസ് നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് ആര്യനാട് ഡിപ്പോയിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടേക്ക് എത്തിയ പിക്കപ്പ് വാനിന് സൈഡ് കൊടുത്തില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ആദ്യം ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നത്. തുടർന്ന് ഈ പിക്കപ്പ് വാനിൽ വാഹനം ഈ KSRTC ബസ് തട്ടിയെന്നും ഈ പിക്കപ്പ് വാനിൻ്റെ ഡ്രൈവർ ആരോപിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് നോക്കുന്നതിന് വേണ്ടിയാണ് KSRTCയുടെ ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങിയത്. തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുകയും ഇതൊരു സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. ഇരുവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാക്കും. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡ്രൈവർക്ക് സാരമായി KSRTC ഡ്രൈവർ മൻസൂറിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ആദ്യം നെടുമങ്ങാട് ആശുപത്രിയിലേക്ക്, തുടർന്ന് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ആര്യനാട് KSRTC ഡിപ്പോയാണ് ആദ്യം ആര്യനാട് പോലീസിൽ പരാതി നൽകിയത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ രണ്ടുപേർക്കെതിരെയും ആര്യനാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രജീഷ്, ജിബിൻ, എന്തായാലും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. അത് നട റോഡിലാണ് ഇങ്ങനെ സർവീസൊക്കെ മുടക്കിക്കൊണ്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഇനി കൂടുതൽ നടപടികൾ, പരാതികൾ ഏത് നിലയ്ക്കാണ് ഇപ്പോൾ വരുന്നത്? പ്രജീഷ്, ആദ്യമായി അതായത് ഈ ഒരു സംഭവം 11:30 കൂടി നടക്കുകയും ഇദ്ദേഹത്തിനെ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്ക്, അതായത് ഈ ഡ്രൈവറിന് മൂക്കിൽ ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സമയത്താണ് ഇദ്ദേഹത്തെ ആദ്യം പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി നെടുമങ്ങാട് ആശുപത്രിയിലേക്ക്, ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഒരു സമയത്ത് ഇയാളുടെ പരിക്കൊക്കെ തന്നെ, ഈ മൻസൂർ എന്ന ഡ്രൈവറിൻ്റെ പരിക്ക് കാര്യമായതുകൊണ്ട് തന്നെയാണ് KSRTC ആര്യനാട് ഡിപ്പോ ആദ്യം ഈ ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. ആ ഒരു സമയത്താണ്, അതായത് ഡ്രൈവർ മാത്രമല്ല, KSRTC ഡ്രൈവറിന് മാത്രമല്ല മർദ്ദനമേറ്റിട്ടുള്ളത്, ഈ പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് ആ സമയത്താണ് മനസ്സിലാവുന്നത്. ശരി ജിബിനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.